വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ളൊരു വീഡിയോ നമുക്ക് ലൂമിയോണിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കാനും പിന്നെ റീൽസ് ഇടാനൊക്കെ വേണ്ടി ഇപ്പോൾ കൂടുതലും നമ്മൾ മൊബൈലിലാണ് പിന്നെ നമ്മൾ ഫയലൊക്കെ അയച്ചു കൊടുക്കല് വാട്സപ്പ്. അപ്പോൾ ഈ ഒരു റേഷ്യോയിലായിരിക്കുമ്പോൾ ഇത് കൂടുതൽ ക്ലിയർ ആയിട്ട് കിട്ടും, കാണാനൊക്കെ കൂടുതൽ ഭംഗിയുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സാധാരണ നമ്മൾ ലൂമിയോണിലെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ലൂമിയോണിലെ വീഡിയോ നമ്മൾ സ്റ്റില്ലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റേഷ്യോയിലാണ് കിട്ടല്. ഇതിലുള്ളത് ഈ ഒരു പിന്നെ ഇതാണ് ഇതിലുണ്ടാകുന്ന ഒരു ലാൻഡ്സ്കേപ്പ് റേഷ്യോ. നമുക്ക് പോർട്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഫയൽ പോയിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ 1920 ആ സൈസ് കൂടെ അടിച്ചു കൊടുക്കുക. 1080. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. നമുക്ക് സാധാരണ സൈസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനൊരു ബ്ലാക്ക് കളർ കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് റീസെറ്റ് ചെയ്തിട്ട് ലെയറിന് ആൾട്ട് ബാക്ക് പ്രസ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഫയലിൽ വന്നിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക. നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുക. അതിനുവേണ്ടി ഞാനിവിടെ 1080 കൊടുക്കുക. പിക്സലാണെല്ലാം ഓക്കെ. ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലൊക്കെ ഡ്രാഗ് ചെയ്തിട്ട് ഇതിങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊന്ന് നമ്മൾ ചെറുതാക്കണം. കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ചെറുതാക്കും. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ രണ്ട് എൻഡിലും മുട്ടുന്ന രീതിയിൽ കൊണ്ടുവെക്കാം. കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇത് വീണ്ടും കൺട്രോൾ അടിച്ച് നോക്കുന്നത് എല്ലാം എൻഡ് കറക്റ്റ് ആണെന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് കിട്ടില്ല. ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സെൻറ്ററിലോട്ട് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഈ പേജിൻ്റെ സെൻറ്ററിലായിരിക്കണം ഇത് പ്ലേസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രിഡ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ചെയ്താൽ തന്നെ കറക്റ്റായിട്ട് ഈ കറക്റ്റ് സെൻറ്ററിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഒന്നുകിൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ സെലക്ട് ചെയ്യുക, കൺട്രോൾ ടി പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മളെ റൂളർ ഇവിടെ കൊടുക്കും, ഗ്രിഡ് ലൈൻ. ഓക്കെ. എന്നിട്ട് ഓക്കെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ട് ഇത് നമ്മളിങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുക്കും. കറക്റ്റ് ആയിട്ടുണ്ട്. എൻ്റർ പ്രസ് ചെയ്യുക. ഇനിയിപ്പോൾ എനിക്ക് ഈ ലെയർ സെലക്ട് ചെയ്യുക. ഞാൻ ആൾട്ട് സെലക്ട് ചെയ്തിട്ട് സോറി കൺട്രോൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്തപ്പോൾ ലെയർ സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ലെയറിലോട്ട് മാറുക. നമുക്കിപ്പോൾ ഈ ലെയർ ഓഫ് ചെയ്യാം. ഈ ലെയറിലോട്ട് മാറിയിട്ട് ഇവിടെ ഡിലീറ്റ് പ്രസ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ഡി പ്രസ് ചെയ്യാം. നമുക്ക് ഈ ലെയർ ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് ലെയറിനെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഫയലിൽ വന്നിട്ട് നമ്മൾ സേവ് കോപ്പി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, അതിനെ ഒരു പേര് കൊടുത്തിട്ട് PNG ആക്കിയിട്ട് സേവ് ചെയ്യാം. ഓക്കെ. നമ്മളിപ്പോൾ ഇൻസ്റ്റാ ഫ്രെയിം ആക്കിയിട്ട് ഇൻസ്റ്റാളിലെ ഫ്രെയിം ഞാനിവിടെ ഓൾറെഡി ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സേവ് ചെയ്ത് ചെയ്യാം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യണേ ക്ലോസ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നമ്മളിവിടെ ലൂമിയോണിലോട്ട് വന്നിട്ട് എസ്കേപ്പ് പ്രസ് ചെയ്തിട്ട് വീഡിയോയിലുള്ള നമുക്ക് സ്റ്റില്ലിലുള്ള നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഒരു പുതിയൊരു ഇത് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. റെക്കോർഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. നമുക്കിങ്ങനെ ഒരു സീനാണ് കൊടുക്കേണ്ടത്. അത് നമ്മളിതിൻ്റെ ഫോക്കൽ ലെങ്ത് ഒക്കെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. ഞാനിങ്ങനെ ഒരു ആഡ് കീ ഫ്രെയിം എടുത്ത് ഓക്കെ പ്രസ് ചെയ്ത് ഇനി ഇവിടെ എഫക്റ്റിലോട്ട് വരിക. ഇവിടെ ഈ വേർഷൻ 2.5 ഇത് ടൂൾസ് ആൻഡ് യൂട്ടിലിറ്റിയിലാണ് ഇവിടെ കിടക്കുന്നത്. ഈ ഒരു ഇമേജ് ഓവർലേ ചിലപ്പോൾ നിങ്ങൾക്ക് പഴയ വേർഷനാണെങ്കിൽ ഇവിടെ കാണാൻ കഴിയില്ല. ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ടാവും. സെറ്റിങ്സിൽ ഇവിടെ ടൂൾസ് കാണാം. ഈ ടൂൾസിലായിരിക്കും ഇത് ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇത് ഇമേജ് ഓവർലേ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കൊടുക്കുന്ന ഇമേജിൻ്റെ ഇങ്ങോട്ട് ലോഡ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാ ഫ്രെയിമിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ. ഇതാണ്
ഡ്രൈവ് ഞാൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് നമുക്ക് ഇങ്ങനെ ട്രാൻസ്പെറൻസി ആക്കി കൊടുക്കുക, വേഗം കൊടുക്കില്ല, ഒപ്പാസിറ്റി കുറച്ചാണ്, ഫുൾ ആക്കി തന്നെ കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ലെയറിൽ വെച്ചിട്ട് നമ്മുടെ വീഡിയോ എഡിറ്റിലോട്ട് പോവാം. എന്താ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് രീതിയിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. ഈ ഒരു ലെയർ നമുക്ക് ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്യാമറ കുറച്ച് മൂവ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. എന്ത് ചെയ്യുക, ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലെ എഫക്റ്റ് ഒന്നും ആഡ് ചെയ്യില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൽ എഫക്റ്റ് ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ അതും കൂടെ പറഞ്ഞു. ഞാൻ ഇതിൽ എഫക്റ്റ് കൊടുക്കാൻ പോണത് നമ്മളെ കസ്റ്റം സ്റ്റൈലിൽ വന്നിട്ട് കസ്റ്റം എഫക്റ്റിൽ വന്നിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഇതിന് 2 പോയിന്റ് പെർസ്പെക്റ്റീവ് കൊടുക്കുകയാണ്. ഇനി വീണ്ടും ഇവിടെ വന്നിട്ട് ഞാൻ സൺ സ്റ്റഡി എന്ന് പറഞ്ഞൊരു ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറേ കാര്യങ്ങളോട് വന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ ഒരു മോർണിംഗിൽ കൊടുക്കാൻ പോകും, ഒരു 6 o'clock. ഓക്കെ, പിന്നെ 7 o'clock കൊടുക്കണം. ഇവിടെ മന്ത് ഇപ്പോൾ നമുക്ക് ഏത് മാസമാണോ കൊടുക്കുന്നത് വെച്ചാൽ, സോറി മിനിറ്റ്, എത്ര മിനിറ്റാണ് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു 6:30 കൊടുത്ത്, സോറി ഇവിടെ 7:30 കൊടുത്ത് ഇവിടെ ഡേ നമുക്ക് ഏത് ഡേ ആണ് കൊടുക്കുന്നത്, അതായത് മന്തിലാണ്, ജനുവരിയാണ്, 1, 2, 3 അങ്ങനെ ഇതായിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണേ, നമുക്ക് വേണ്ട മന്ത് കൊടുക്കണം. ഞാനിവിടെ ജൂൺ കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മളൊരു ഫസ്റ്റ് ഡേ കൊടുക്കുകയാണ്. ഇവിടെ ഇയർ നമ്മൾ ഏത് ഇയർ ആണോ കൊടുക്കുന്നത് വെച്ചാൽ 26. ഇവിടെ ടൈം സോൺ ഇപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടൈം സോൺ അറിയാം. നമ്മളിപ്പോൾ ഇന്ത്യൻ്റെ ടൈം സോൺ ആണെങ്കിൽ ഏത് രാജ്യത്താണ് നിൽക്കുന്ന ടൈം സോൺ ഇവിടെ സെറ്റ് ചെയ്യുക. പിന്നെ ലാറ്റിറ്റ്യൂഡ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. ഞാൻ അതിനെക്കാട്ടൊക്കെ കൂടുതലായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ എഡിറ്റിന് ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മാപ്പ് കൊടുക്കാം. നമുക്കിവിടെ ഇന്ത്യ ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. ഏകദേശം ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ കേരളമൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും. ഇതെടുത്തിട്ട് എന്ത് ചെയ്യാൻ, ഞാൻ ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ആ ഒരു സമയത്തുള്ള വെതറായിരിക്കും ഇവിടെ വരല്. പിന്നെ ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ് നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ കൊടുക്കാം. പിന്നെ നോർത്ത് ഓഫ് സെറ്റ് ഇങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്കിങ്ങനെ മാറ്റിയിട്ട് കൊടുക്കാം വേണമെങ്കിൽ. ഓക്കെ, അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ നമുക്ക് അവിടെ വന്നിട്ട് ഫസ്റ്റ് എഫക്റ്റിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെ എഫക്റ്റ്, ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യണേ, ഇവിടെ ഈ ഒരു ഇതിൽ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു റിയലിസ്റ്റിക് സ്റ്റൈൽ ഉപയോഗിച്ചിട്ട് റെൻഡർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതോ അല്ലെങ്കിൽ ഇന്റീരിയറോ ഇതോ ഏതിനും കൊടുത്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. ഞാൻ ഈ വീഡിയോയിൽ ചെയ്ത രീതിയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് റെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെൻഡർ ഔട്ട്പുട്ടുള്ള ഈ ഒരു രീതിയിലായിരിക്കും. പിന്നെ നമ്മൾക്കത് വേണമെങ്കിൽ അഡോബ് പ്രീമിയർ അല്ലെങ്കിൽ അതുപോലത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്, ഫിലിമോറ പോലത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആ സൈസിലോട്ട് ഇതിനെ സ്കെയിൽ ചെയ്തിട്ടിട്ട് അവിടുത്തെ അതിൻ്റെ സീക്വൻസി ഒക്കെ അതുപോലെ സെറ്റ് ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് റെൻഡർ ചെയ്തിട്ട് കിട്ടും. അപ്പോൾ എത്രയാണ് വീഡിയോ ഉള്ളത് ചെയ്ത് നോക്കാം. താങ്ക് യു.